ഹായ് ജോസ്. ആ കമിൻ. ഇരിക്കൂ. താങ്ക് യു. ജോസ് നാട്ടിൽ പോകണമെന്ന് കേട്ടു. അതെ, അമ്മച്ചി ഒന്ന് കാണണം. ഇഷി സിക്ക്? കുഴപ്പമൊന്നുമില്ല, പിന്നെ പ്രായത്തിന്റെ ചില പ്രോബ്ലംസ്. ശരി. ഇപ്പൊ എത്ര വയസ്സുണ്ട് അമ്മച്ചിക്ക്? സി മൈ മദർ വാസ് ഹാർഡ്ലി 60 when she dies, but she was a heart patient. സി കിരൺ, ഈ സംസാരം നമുക്ക് മറ്റൊരു ദിവസം ആക്കാം. ഐ എം എക്സ്ട്രീംലി ബിസി ഹിയർ. ഞങ്ങൾ നല്ലൊരു പ്രപ്പോസലുമായിട്ടാ വന്നത്. നമ്മുടെ ന്യൂയോർക്ക് പ്ലാന്റ് എന്ന് ഓപ്പൺ ചെയ്യാനാ ആലോചിക്കുന്നേ? ഇറ്റ്സ് നോട്ട് യെറ്റ് ഡിസൈഡഡ്. ഞാനിത് കാഷ്വലായി കിരണിനോട് സൂചിപ്പിച്ചപ്പോ ഹീസ് വെരി മച്ച് എക്സൈറ്റഡ്. അല്ലേ കിരൺ? യാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക്സ്. അവിടുത്തെ ഓപ്പറേഷൻസിന്റെ ചാർജ് ഏറ്റെടുക്കാൻ കിരൺ തയ്യാറാണ്. വാട്ട് യു മീൻ? എന്റെ എക്സ്പോർട്ടിംഗിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഐ കൻ ബ്രിങ് ഔട്ട് മോർ റവന്യൂ ഔട്ട് ഓഫ് ഇറ്റ്. നൈസ് ജോക്ക്. ഇത് തമാശയല്ല ജോസ്. പിന്നെ എന്തറിഞ്ഞിട്ടാ നീതു ഈ പറയുന്നത്? ടെക്നിക്കലി സൗണ്ടായ ഒരാളെയാണ് നമുക്കവിടെ ആവശ്യം, നോട്ട് എ മാർക്കറ്റിംഗ് പേഴ്സൺ. നമുക്കിവിടെ വെൽ സ്പ്രെഡായ ഒരു മാർക്കറ്റിംഗ് ഡിവിഷൻ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. ആ പറഞ്ഞതാണ് ജോസിന് പറ്റുന്ന മിസ്റ്റേക്ക്. വി ഹാവ് എ ഗ്ലോബൽ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്. ജോസ് ഇപ്പോഴും വളരെ ബാക്ക്വേർഡായിട്ടാണ് ചിന്തിക്കുന്നത്. ഐ ക്യാൻ ചേഞ്ച് ദ ഹോൾ സിനേറിയോ. സോറി കിരൺ, അവിടെ ഓൾറെഡി ഒരാളെ ഞാൻ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഹി വിൽ ജോയിൻ us soon. ആരെ അപ്പോയിന്റ് ചെയ്തു? എപ്പോ? ലുക്ക്, ദിവസേന ഇവിടെ എത്രയോ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. യാ, ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. കളി നന്നായിട്ട് ജോസ് കളിക്കുന്നുണ്ട്. നടക്കട്ടെ, നമുക്ക് പോവാം നീതു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ അറിയണം. അത് ഞാൻ ഓർത്തില്ല. ജോസ് മിടുക്കനാണ് കേട്ടോ. വാട്ട് യു മീൻ? വാട്ട് ഐ സെഡ്. അതിന്റെ അർത്ഥമൊന്ന് ആലോചിച്ചാൽ ജോസിന് മനസ്സിലാവും. ഞങ്ങളിവിടെയൊക്കെ തന്നെ കാണും. ആർ യു ത്രെറ്റനിങ് മീ? ജോസിനെ ഞാനെന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? എന്ത് സഹായത്തിനും ഞങ്ങളിവിടെ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജോസ് ധൈര്യമായിട്ട് പോയി അമ്മച്ചിയൊക്കെ കണ്ടിട്ട് വാ. അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ. വാ നീതു. ബോൺ വോയേജ്. Bastard. നിങ്ങൾ പോയി സാധനങ്ങൾ വാങ്ങിക്കേ. അമ്മ കൂടെ വാ. ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫോൺ ചെയ്യാനുണ്ട്. നിങ്ങൾ പൊയ്ക്കോ. ബാമോൾ. ഡാഡ് ജെയിംസ് അങ്കിളിനൊരു സൂട്ട് വാങ്ങിച്ചാലോ? അവനൊരു പാൻസ് പോലും ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവർക്കൊരു സമ്മാനമൊന്നും വാങ്ങേണ്ട കാര്യമില്ല മോളെ, നമ്മുടെ വീട്ടുകാരല്ലേ. That won't do. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോവല്ലേ. ഓക്കെ, അങ്ങനെ നിനക്ക് പെർട്ടിക്കുലർ ആണെങ്കിൽ ജെയിംസിന് ബൈ സം ഷർട്ടോ ടീഷർട്ടോ എന്തെങ്കിലും. ഓക്കെ ഡാഡ്. എന്താ ആൻസി? അവളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ? ഓൾമോസ്റ്റ്. ആൻസി, നിന്നെ അവള് തിരക്കുന്നുണ്ട്. അവളുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചോട്ടെ. ഞാൻ വെറുതെ പിശുക്ക് കാണിക്കുന്ന എന്തിനാ? ഈ പ്രാവശ്യമെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോട്ടെ. ഞങ്ങൾ പോകുന്നതിൽ ഇപ്പോഴും നിനക്ക് പേടിയുണ്ടോ? ടെൽ മീ ദ ട്രൂത്ത്. ജോസിന് പേടിയില്ലേ? ഇല്ല. വൈ? എനിക്ക് സെൻസിബിളായ റീസൺ പറഞ്ഞുതരാൻ പറ്റുമോ ജോസിന്? സുമി ഒരിക്കലും അത് അവളോട് പറയില്ല. അതവൾക്ക് പറ്റില്ല. നിനക്കറിയില്ല അവളെ. സുമി വേണ്ടല്ലോ, വേറെ എത്രയോ ആൾക്കാരുണ്ട് അവിടെ. വല്ലപ്പോഴും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോ അവര് കുത്തുവാക്കുകൾ പറഞ്ഞതൊക്കെ ജോസിന് ഓർമ്മയില്ലേ? അതൊന്നും ബീനിക്ക് മനസ്സിലാവില്ലേ? ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കുക? നമ്മുടെ വീട്ടിൽ ആരും ഒന്നും പറയില്ല. ഞാൻ ജെയിംസിനോടെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് ബീനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലല്ലേ കുഴപ്പമുള്ളൂ. യൂസി, ഞാനില്ല അവളുടെ കൂടെ ആൻസി. എനിക്കറിയാത്തതല്ലോ ഇതൊന്നും. ആൻഡ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് 1 week ആഫ്റ്റർ ഓൾ. ചെല്ലേ, നീ ചെന്ന് ബീനെ ഹെൽപ്പ് ചെയ്യ്, അല്ലെങ്കിൽ അവളുടെ പർച്ചേസ് തീർക്കില്ലെന്ന്
ചെല്ലേ. ജോസ്, ഞാൻ നാട്ടിലേക്ക് വന്നാലോ? ലീവ് കിട്ടില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഐ ട്രൈ. ഇല്ലെങ്കിൽ ഞാൻ ജോലി റിസൈൻ ചെയ്യാം. ഞാനുണ്ടെങ്കിൽ ഞാൻ നോക്കിയോളാം അവളെ. അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലടോ. ഡോണ്ട് ബി സിലി. നീ വെറുതെ ഓവർ പ്രൊട്ടക്റ്റീവ് ഒന്നും ആവണ്ട. ആ ആൻസി, വാ നമുക്ക് പോവാം. വാ. ഇത് മുഴുവൻ ചുമന്ന് എങ്ങനെ കൊണ്ടുപോകാനാ? സെലക്ട് 1 or 2. വേണമെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിച്ചൂടെ? അതൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം. യു ഡോണ്ട് വറി മോം. ആ ഡാഡ്, ഉം? ഞാൻ ബിന്ദുവിന് 2 ജീൻസ് വാങ്ങിച്ചു. ഈ ജീൻസ് ഒന്നും ബിന്ദു ഇടാൻ പോകുന്നില്ല. ഇതൊക്കെ അതൊന്നുമില്ല. വെറുതെ വേസ്റ്റ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ സൈസ് തന്നെ എടുത്തത്. ഇറ്റ് ഷുഡ് ബി ഓക്കേ. അത് നിനക്കെങ്ങനെ അറിയാം? ഐ നോ. ഞാൻ നാട്ടിൽ പോയിട്ടില്ലാന്നേ ഉള്ളൂ. ഐ നോ എവറിഥിങ്. ഓക്കേ? അവളുടെ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടില്ലേ? സുമിയുടെ എന്തെങ്കിലും കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? അവിടെ അടുത്തുള്ളൊരു ബൂത്തിന്റെ നമ്പർ ഉണ്ട്. എന്തേ? അല്ല, നിങ്ങള് പോകുന്നതിന് മുൻപ് എനിക്ക് അവളെ വിളിച്ചൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അത് വേണ്ട ആൻസി. അവളെ നീയായിട്ട് ഓരോന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യണ്ട. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് അവൾ അറിയണ്ട. മാം, ആ ദാ അവിടെ ചെല്ല്. ഞാൻ വരാം. അമ്മയെ കാണാൻ ഞാൻ ശ്രമിക്കാം. അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. എല്ലാം വീട്ടിലെ സിറ്റുവേഷൻ പോലെ ഇരിക്കും. എനിക്ക് മനസ്സിലാവും. അമ്മയെ കണ്ടില്ലെങ്കിലും സാരമില്ല. നീ തീർച്ചയായിട്ടും വിളിക്കണം. അത് മറക്കരുത്. നിനക്കൊന്ന് നാട്ടിൽ പോയി വന്നൂടെ? ഇവിടെ പ്രത്യേകിച്ച് എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ. അമ്മയ്ക്കൊരു സന്തോഷാവും. നിനക്കും ഒരു ചേഞ്ച് അല്ലേ? ആഗ്രഹമില്ലായിട്ടല്ല ജോസേ. അമ്മയുടെ മടി തലവെച്ച് കിടക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് മറ്റൊരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പിന്നെന്താടാ, ആരോടെ നിനക്ക് വാശി? വാശിയൊന്നുമില്ല. എന്നെപ്പോലെ തിരുത്ത വാശി പിടിച്ചിട്ട് എന്ത് കാര്യം? ഈ സർക്കാസം ആദ്യം നിർത്തണം. നീ എന്തിനാ സ്വയം ഇങ്ങനെ പുച്ഛിക്കുന്നത്? അതൊരു തരം കീഴടങ്ങല, ഒരു പുതിയ ടെക്നിക്ക്. മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം പുച്ഛിക്കുക. ഉണ്ണി, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എടോ, നാട്ടുകാർക്ക് ഞാൻ ഇപ്പോഴും ഒരു അമേരിക്കൻ മലയാളിയാ. ഇവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കുന്ന അവർക്കാർക്കും അറിയില്ലല്ലോ. വരുന്നവർക്കും പോകുന്നവർക്കും ചെലവ് ചെയ്യണം. അമേരിക്കൻ മലയാളിയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കണം. അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടടോ ജോസേ. അതിനും അവളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരൂടോ. അത് വേണ്ട. ഞാനിവിടെ തന്നെ നിന്നോളാം, എങ്ങോട്ടും പോകുന്നില്ല. നിന്നെ ആശ്വസിപ്പിച്ചിട്ട് ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോഴേക്കും തുടങ്ങും ഒരു വേദാന്തം. ഇഷ്ടമുള്ള പോലെ ചെയ്യും. എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കാലം വരുമോ ജോസേ? ആർക്കട പ്രോബ്ലം ഇല്ലാത്തത്? ഇപ്പൊ തന്നെ എന്തിൻ്റെയൊക്കെ നടുവിലാ ഞാനെന്ന് നിനക്കറിയാവോ? എൻ്റെ കാറിൻ്റെ ഡാഷിൽ ഇപ്പോഴും ഒരു റിവോൾവർ ഉണ്ട്. ഉണ്ണി, നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. വളരും തോറും ശത്രുക്കളും കൂടി വരും. വി ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. മീരെപ്പോഴും പറയും എൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാൻ തന്നെയാണെന്ന്. ദ ബിഗ്ഗസ്റ്റ് എനിമി. ആ, എന്നാ ജോസ് കിട്ടോ? അപ്പൊ നീയോ? ഏയ്, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ തന്നെ ഇരിക്കും. ഒരു പണിയില്ലല്ലോ. ഇവിടെ ഇങ്ങനെ പണിയില്ലാത്തവർക്ക് ആൾക്കാരെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. നീ എന്ത് വേണം ചെയ്യ്. ഐ എം ലീവിങ്. ബൈ. ബൈ. മോളെ, അവിടെ എത്തിയ ഈ ചുരിദാറൊക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ട് വേണം നടക്കാൻ. why mom? I'm comfortable in jeans. ഒരാഴ്ചത്തെ കാര്യല്ലേ ഉള്ളൂ മോളെ. അവിടെ ഉള്ളവരാരും അതിനൊന്നും പ്രിപ്പയർഡ് ആയിരിക്കില്ല. പഴയ ആൾക്കാരല്ലേ. Anyway, I'll keep one. Mom, ഞങ്ങൾ പോയ പിന്നെ ഒറ്റയ്ക്കാവില്ലേ ഇവിടെ? സോ വാട്ട്? പോയിട്ട് ഒരാഴ്ച കൊണ്ട് നിങ്ങളിങ്ങ് എത്തില്ലേ? പിന്നെന്താ? Still though. അപ്പൊ മമ്മിയെക്കുറിച്ച് കൺസേൺഡ് ആണ് മോള്. താങ്ക് ഗോഡ്. Mom, നീ ജനിക്കുന്നതിന് മുൻപ് പണ്ട്
മമ്മി ഇവിടെ അധിക സമയം തനിച്ചായിരുന്നു. അന്നൊക്കെ യാത്ര ഒഴിഞ്ഞ സമയമില്ലായിരുന്നു ജോസിന്. പിന്നെ നീ ജനിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ ബോറടിയൊക്കെ മാറി. ഷോ, അന്ന് കൊച്ചായിരുന്നപ്പോ എന്തു കുസൃതിയായിരുന്നു നിനക്ക്. നിന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു ജോസ് കളിയാക്കുമായിരുന്നു. നൈസ്. എന്നിട്ട് എന്നിട്ടെന്താ, നിനക്ക് 2 വയസ്സ് തികയും വരെ മമ്മി ജോലിക്ക് പോയിട്ടില്ല. പിന്നെയാണ് നിന്നെ ഡേ കെയറിലാക്കുന്നത്. എന്നിട്ടോ എല്ലാ ദിവസവും ഞാൻ തന്നെ നിന്നെ ഡേ കെയറിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. വൈകുന്നേരം ഓഫീസ് വിട്ടു കഴിഞ്ഞാ പിന്നെ ഒരൊറ്റ ഓട്ടമാ. ഒരിത്തിരി ലേറ്റായി മതി, അപ്പൊ നീ കരയും. you never told me these things, Mom. മമ്മിക്ക് അതൊക്കെ സന്തോഷായിരുന്നു മോളെ. ആ ദേ, നാട്ടിൽ ചെന്നിട്ട് എല്ലാരെയും കൊണ്ട് നല്ല കുട്ടിയാണെന്ന് വേണം പറയിക്കാൻ. ഒരു പ്രോബ്ലം ഉണ്ടാക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ. I'm not a kid, Mom. വളരെ ഫ്രെജൈലായ ക്യാരക്ടേഴ്സാണ് അവിടെ ഉള്ളവരൊക്കെ. ആവശ്യമില്ലാത്ത അടുപ്പം ആരോടും കാണിക്കണ്ട. ഒടുക്കതൊരു പ്രോബ്ലം ആവും. ഡു ഗെറ്റ് മീ? No. It's okay, Mom. ഞാൻ മാനേജ് ചെയ്തോളാം. മമ്മിക്കും കൂടെ വരായിരുന്നു. I would have lot better comfortable. പറ്റാഞ്ഞിട്ടല്ലേ മോളെ? അല്ലെങ്കിൽ എന്റെ മോളെ ഞാൻ തനിച്ചു വിടുവോ? You're getting emotional, Mom. യാതൊരു കാര്യമില്ലാതെ. Mom, this thing is so loose. I don't feel comfortable in it. സാരില്ല മോളെ. What, സാരമില്ല? I don't feel comfortable there. ഉം? Oh no, it's not matching. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങായിരുന്നു. 6:30 ചെക്ക് ഇൻ ടൈം. താൻ കുറച്ചുകൂടെ സ്പീഡ് വിട്ടോ. ഉം. ആ, ഞങ്ങൾ പോയിക്കോളാം. താൻ പോയിക്കോ. ഓഫീസിൽ ലേറ്റ് ആവും. സൂക്ഷിക്കണേ ജോസേ. ഉം. Don't worry, Mom. ടേക്ക് കെയർ മോളെ. You too, Mom. ഓക്കെ. Take care. ആ, ഒരു ടൈം പറഞ്ഞ കിരൺ ഇത് തെറ്റിക്കാത്താണല്ലോ. ലെറ്റ് ഹിം ടേക്ക് ഹിസ് ഓൺ ടൈം. എനിക്കൊരു തിരക്കുമില്ല. ആ, എവിടെയാ? ഓക്കെ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അമ്മ എങ്ങനെയാണ് ഇയാളെ മീറ്റ് ചെയ്യുന്നത്? ഐ മീൻ, അന്ന് ഞാൻ അയാളെ കണ്ടപ്പോൾ വളരെ കാഷ്വൽ ആയിരുന്നല്ലോ. നോ തിങ്സ് ആർ ഡിഫറെന്റ്. ആദ്യം കിരണിന്റെ ഷോപ്പിൽ വെച്ച് ഹി വാസ് എ കാർ ഡീലർ. യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. വി ടുക്ക് ദിസ് കാർ ഫ്രം ഹിം, അല്ലേ? പിന്നെ ചില കാഷ്വൽ വിസിറ്റ്സ്. ഞാനും ഡിസ്റ്റർബ്ഡ് ആയിരുന്നൊരു പീരിയഡ്. ഇറ്റ്സ് ഓക്കെ. ഓ മൈ ഗോഡ്, ഹിയർ ഹി ഈസ്. ഓക്കെ. ഹായ്. 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 സീരിയസ് ആക്സിഡന്റ് ആയിരുന്നോ? യെസ്, ഓൺ ദി സ്പോട്ട് 4 died. ഓ, ഇപ്പോഴും ട്രാഫിക് നോർമൽ ആയിട്ടില്ല. ഒരർത്ഥത്തിൽ ഇവിടുത്തെ സിസ്റ്റം നമ്മുടെ നാട്ടിലേക്കാൾ കഷ്ടമാണ്. എന്തിനാ വെറുതെ കമ്പയർ ചെയ്യുന്നല്ലേ? കോമൺ മാൻ്റെ പ്ലൈറ്റ് എല്ലായിടത്തും ഒരുപോലെയാ. നിങ്ങൾ സംസാരിക്കുക. ഐ ജസ്റ്റ് ബി ബാക്ക്. ഓക്കെ, ഹാപ്പി ടു സീ യു മാൻ. താങ്ക് യു. കിരൺ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 8 വർഷം. ഇതിനു മുമ്പ് കാനഡയിലായിരുന്നു. മാരീഡ്? നോപ്പ്. വൈ? ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. കല്യാണം കഴിക്കണമെന്ന് തോന്നിയില്ല, അതെല്ലാം വെറും എക്സ്ക്യൂസ്. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്തിനും സമയം കണ്ടെത്താം, ശരിയല്ലേ? ആ, നമ്മളതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് വിജയ് ഒന്നും സംസാരിച്ചില്ല, വെറുതെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് പുതിയൊരാളുമായി കംഫർട്ടബിൾ ആകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ആയിനോ, നിങ്ങൾ കലാകാരന്മാരുടെ നേച്ചർ ഹൈപ്പർ സെൻസിറ്റീവ്. ഐ ഡോണ്ട് തിങ്ക് ഐ എം സെൻസിറ്റീവ്. ഞാൻ പ്രാക്ടിക്കലാണ്. അമ്മ ഈ ഒരു ഡിസിഷൻ പറഞ്ഞപ്പോൾ
എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ്. വിജയ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഐ ഡ്രോപ്ഡ് ഔട്ട് ലോങ് ബാക്ക്. ആ യാ, നീ ഇത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് യു നോ, ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആണ്. ബിൽ ഗേറ്റ്സ് ഈസ് എ ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ട്. സോ എ സ്റ്റാൻഡ് ഇസ് എ ഗുഡ് ചാൻസ് മാൻ. ഇൻഫാക്ട് ഞാൻ റെഗ്രറ്റ് ചെയ്യുന്ന ഡിസിഷനാണത്. ഓ, ഐ വാണ്ട് ടു റീജോയിൻ. വൈ? എന്താ കിരണിൻ്റെ ക്വാളിഫിക്കേഷൻ? വാട്ട്? ഐ മീൻ യുവർ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. ഐ എം എ ലോയർ. മദ്രാസ് ലോ കോളേജിൽ 1981 ബാച്ച്. സ്ട്രേഞ്ച്. പിന്നെന്ത് പറ്റി ഓട്ടോമൊബൈൽ ഇൻട്രസ്റ്റ് ആവാൻ? ഞാൻ അങ്ങനെയാ. മദ്രാസ് ഹൈക്കോർട്ടിൽ കുറേ നാൾ പ്രാക്ടീസ് ചെയ്തു, പിന്നെ അതങ്ങ് വിട്ടു. ലൈഫിൽ എപ്പോഴും എന്തെങ്കിലും പുതിയത് വേണം. വിജയ്ക്കത് തോന്നിയിട്ടില്ലേ? എന്നാ വിജയ് ആദ്യത്തെ സിനിമ ചെയ്യുന്നത്? ഐ എം ട്രൈങ്. ഏയ്, ഐ ക്യാൻ ഹെൽപ്പ് യു. ലോസ് ഏഞ്ചൽസിൽ എനിക്ക് പ്ലൻറ്റി ഓഫ് കോൺടാക്ട്സ് ഉണ്ട്. ഞാനൊരു ദിവസം അവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ. അവനൊരു പ്രത്യേക ക്യാരക്ടറാ. കിരണിനത് അറിയാഞ്ഞിട്ടാ. ഓക്കെ, ഞാൻ വിളിക്കാം. എന്താടാ? ഹീസ് നോട്ട് ഗുഡ്. അയാള് ശരിയല്ലമ്മേ. ഐ എം സീരിയസ്. ഒരു മീറ്റിംഗ് കൊണ്ട് എങ്ങനെ ഒരാളെ അനലൈസ് ചെയ്യാൻ പറ്റും? അതല്ല, അയാളുടെ ആറ്റിറ്റ്യൂഡ്സ്, ബോഡി ലാംഗ്വേജ്. ലൈഫിൽ അയാൾക്ക് എപ്പോഴും പുതിയത് വേണം. ഒരു ദിവസം അമ്മയെ മടുത്താൽ? ഇതാണോ? എനിക്ക് വയ്യ. എന്റെ വിജയ്, അതൊക്കെ ആരെങ്കിലും ഫേസ് വാല്യൂന് എടുക്കോ? ഇതാ നിന്റെ കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളെ മീറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് എന്നെല്ലാം ഡിസൈഡ് ചെയ്യാലോ. ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ജസ്റ്റ് ത്രോ ഹിം ഔട്ട്. നിന്നെ ഓരോന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തതാ, എനിക്കറിയാം. അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയില്ല. ആര്? ജോസങ്കിളോ? അത്രയ്ക്ക് കൊച്ചുകുട്ടിയാണ് ഞാൻ. ഐ തിങ്ക് യു ആർ ദ വൺ ഹൂ ഈസ് ബ്രെയിൻ വാഷ്. ഒരു 9 മണിയോടെ തറവാട്ടിലെത്തുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഫ്ലൈറ്റ് ലേറ്റ് ആവുമെന്ന് ഞാൻ കരുതിയോ? അമ്മച്ചിക്കിപ്പം ടെൻഷനായിട്ടുണ്ടാവും. ഒന്ന് വിളിച്ച് പറയാറുന്നില്ല ജെയിംസിന്. ഓ, ഞാനതങ്ങ് മറന്നു. മൊബൈലും എടുത്തില്ല. ബീനമോക്ക് നമ്മുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ നാടോ? ഇത് അവളുടെ കൂടെ നാടല്ലേ, അല്ല മോളെ? അത് പിന്നെ പറയാനുണ്ടോ? പള്ളിമുക്ക് കഴിഞ്ഞോടാ? പള്ളിമുക്ക് എപ്പോഴേ കഴിഞ്ഞ്. ഈ തിരിവ് കഴിഞ്ഞാൽ കമ്പനിപ്പടി ജംഗ്ഷനായി. ഓ, വഴിയൊക്കെ മറന്നു. ഈ വഴി ഡെയിലി 2 കിലോമീറ്റർ നടന്നാ ഡാഡി പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേ. റിയലി? യാ, ഒക്കെ ഒരു കാലം. വാവ്. അവരെത്തി. ഈ മമ്മിക്ക് ഇതെന്താ? അവരിനി കുറച്ച് ദിവസം ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നേ? അയ്യോ, എന്റെ മോളങ്ങ് വളർന്നു പോയല്ലോ. വളരാതെ പിന്നെ നിങ്ങൾ നോക്കിയിരുന്ന എന്റെ കണ്ണ് കഴിച്ചു. ഇതെന്നാ പറ്റി ഇത്ര വൈകാൻ? വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ഇവരെത്ര ദൂരം യാത്ര ചെയ്താ വന്നതെന്ന് അറിയോ? ഇച്ചേ, നിങ്ങൾ വിശ്രമിക്കുക. മുകളിൽ മുറിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഈ പെട്ടിയൊക്കെ ഞാനങ്ങ് എത്തിക്കാം. അമ്മച്ചി. അയ്യോ പാവം, രാവിലെ തൊട്ട് റെഡിയായിട്ടിരിക്കുന്നത് അമ്മച്ചി. ഇപ്പൊ കൂടി എന്താ വരാത്തതെന്ന് എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ. ബാ മോളെ, അമ്മച്ചിയെ കാണാം. നീലു, റൈറ്റ്? യാ. ഹായ് ചേച്ചി. വാ. ചുമ്മാ ഇരിക്ക്.
ഇത് മാത്രമേ ഉള്ളോ? ഇതുകൊണ്ടാണോ അപ്പനും മോളും കൂടി ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്? ഓ ഒന്ന് പതുക്കെ ഇച്ചായം കേൾക്കും. പിടിക്ക്. എന്തോന്ന് പിടിക്കാ? വേറെ പണിയൊന്നുമില്ല. ഓ, അമ്മച്ചിയ അമ്മച്ചി ഇത് ഞാനാ. നിങ്ങളെത്തിയോ? ആ ഞാൻ നോക്കിയിരിക്കുന്നു. അതിനിടയില് അറിയാതൊന്ന് മയങ്ങി. അമ്മച്ചിയോട് ഒരു വാക്ക് പറഞ്ഞ ഞാൻ തെറ്റിക്കോ? എവിടെ എവിടെ എന്റെ മോള്? ഇതാ അമ്മച്ചിയുടെ പേരക്കുട്ടി. ഉം. എന്റെ മോള് ഇവിടെ ഇരിക്കും. മോളെ അമ്മച്ചി ശരിക്കൊന്ന് കാണട്ടെ. അമ്മച്ചിക്ക് വയ്യാണ്ടേ, അല്ലെങ്കി ഇപ്പോ സന്തോഷം കൊണ്ട് തുള്ളി ചാടിയനെ അമ്മച്ചി. എനിക്കറിയാം അമ്മമ്മേ. ഇവള് അസലായിട്ട് മലയാളം പറയണ്ടല്ലോടാ ജോസേ. പിന്നെ അമ്മച്ചിയുടെ അടക്കോ ഒതുക്കോ ഉള്ള നല്ല അസല് മലയാളി പെൺകുട്ടിയായിട്ടാ ഞങ്ങള് മോളെ വളർത്തിയിരിക്കുന്നത്. അല്ല മോളെ? സന്തോഷം. അമ്മച്ചിക്ക് സന്തോഷം. കുണ്ട്രാസ് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. അവൻ ആള് വിചാരിച്ച പോലല്ലോ. പിന്നെ മോളെന്താ ഒന്നും കഴിക്കാത്തെ? ആന്റിയുടെ കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഐ ആം നോട്ട് ഹംഗ്രി ആന്റി. ആ ഇത്രയൊക്കെ യാത്ര ചെയ്ത് വന്നാ ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ, എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കും മോളെ. ഉം. ദേ ഇവള് 2 ദിവസം മെനക്കെട്ടതാ ഇതിന്. ഇവളല്ലെങ്കിലും ഭക്ഷണമൊക്കെ കുറവാ. ഇവിടെ വന്നാ അതൊന്നും നടക്കുകയില്ല. ദേ ഈ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്തേ. വേണ്ട, ഇറ്റ് ലുക്ക് സ്പൈസി. ഇന്നൊരു ദിവസം മോള് ക്ഷമിക്ക്. നാളെ തൊട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാം. പോരെ? ഏയ് ഇവള് വെറുതെ പറയുന്നതാ. അവിടെ പിള്ളേര് കുറെ കൂടെ ഡയറ്റ് കോൺഷ്യസാ. ആ പിന്നെ അത് വേണം. ദേ ഇവിടെ ഒരുത്തിയെ കണ്ടില്ലേ? ഭക്ഷണം മുന്നിൽ കൊണ്ട് വെച്ചാ മതി, പിന്നെ അത് പോകുന്ന വഴി കാണത്തില്ല. ഡാഡി ഹിസ് ജോക്കിംഗ് നീലുമോളെ. അമ്മച്ചി കഴിച്ചായിരുന്നോ? ഏയ്, അമ്മച്ചിക്ക് നേരെ ആവണതേ ഉള്ളൂ. ഇന്ന് ഞാൻ കൊടുത്തോളാം അമ്മച്ചിക്ക്. റിയലി? അല്ല, ജോസ് നാട്ടിലെത്തിയിട്ട് വിളിച്ചോ? ഇല്ല, ലണ്ടനിൽ നിന്ന് ഓൺ ദ വേ വിളിച്ചിരുന്നു. ഓ, ഇനി ഫ്ലൈറ്റ് വല്ലത് ലേറ്റായോ എന്തോ. ഇന്നലെ നീ ടെൻഷൻ കൊണ്ട് ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു. അവളില്ലാതെ ആദ്യമായിട്ടല്ലേ റീത്ത? അതല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ കൂടെ വന്ന് നിൽക്കാൻ. അവിടെ നിന്നാകുമ്പോൾ ഒരുമിച്ച് ഓഫീസിലേക്ക് വരാനും പോകാനും ഒക്കെ എന്ത് എളുപ്പമായിരുന്നു. ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർ തുറക്കളയ്ക്കേണ്ട കാര്യവുമില്ലായിരുന്നു. ജോസ് സജസ്റ്റ് ചെയ്തതാ. ആ, ഞാൻ തന്നെയാ വേണ്ടെന്ന് വെച്ചത്. നോക്കട്ടെ, ഇന്ന് രാത്രി എന്തായാലും ജോസ് വിളിക്കാതിരിക്കില്ല. ആൻസി, നീ ഒരു സിനിമയ്ക്ക് വരുന്നോ? നമ്മുടെ നൈറ്റ് ശ്യാമളന്റെ ഒരു പുതിയ ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണെന്നാ കേൾക്കുന്നത്. ലെറ്റ്സ് ഗോ. ഇന്നോ? അയ്യോ, ഇന്ന് എന്തായാലും ഞാനില്ല റീത്ത. ഐ എം ടയർഡ്. ഇതുപോലുള്ള പിന്തിരിപ്പൻ ആറ്റിറ്റ്യൂഡാ നമ്മുടെ ജനറേഷന്റെ ശാപം ആൻസി. ഓ, അതൊക്കെ നമ്മൾ ഇവിടെ അമേരിക്കൻസിനെ കണ്ടുപിടിക്കണം. ദേ ലീവ് എവറി മൊമെന്റ് ആൻഡ് എൻജോയ് ലൈഫ്. അറിയാവോ? റീത്ത എന്താണപ്പോ നമ്മുടെ സംസ്കാരമൊക്കെ മറന്ന് അമേരിക്കക്കാരിയായത്? നീ കളിയാക്കൊന്നും വേണ്ട. നല്ലതും ചീത്തയും എല്ലായിടത്തും ഉണ്ട്. അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായാൽ മതി. അതൊക്കെ പോട്ടെ, ഏതായാലും നീ വരുന്നില്ലല്ലോ സിനിമയ്ക്ക്. ദെൻ ഐ ആം ലീവിങ്. ഇല്ലെങ്കിൽ എനിക്ക് ഷോ മിസ്സാവും. ശരി, എൻജോയ് ദി ഷോ. താങ്ക് യു. ബൈ ബൈ.